ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഓസ് റൈഡ് വിത്ത് ഷിജു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ഫോൺ ഞാൻ കാണിച്ചു തരാം. സ്ക്രീൻ ബ്രേക്ക് ചെയ്ത് പോയി, താഴെ വീണ് പോയതാണ്. അന്നേരം ഇതൊന്ന് മാറ്റിയിട്ടാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് ഓൺലൈൻ വഴിയാണ്, eBay വഴിയാണ് മേടിച്ചത്. അതുപോലെ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് വിഷ് അല്ലെങ്കിൽ ആമസോൺ അങ്ങനെയുള്ള ഓൺലൈൻ പർച്ചേസിങ്ങിലുള്ള എല്ലാത്തിനകത്തും അവൈലബിൾ ആണ്. സോ എവിടെ നിന്നാണെങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് സ്ക്രീന് എന്ന് കരുതുന്നു. ഓക്കെ, ബാക്കി എല്ലാ എക്യുപ്മെൻസും ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇതാണ് സ്ക്രീന്. ഓക്കെ, രണ്ട് സെയിം സ്ക്രീനാണ്, എല്ലാ എക്യുപ്മെൻസും ഉണ്ട്. സോ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബെനിഫിറ്റ് ഇതിനകത്തുള്ളത്, അതായത് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറോടെ, ഇനിയും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറോടെ തന്നിട്ടുണ്ട്. സോ ഏറ്റവും ലാസ്റ്റിലാണ് നമുക്കതിൻ്റെ ആവശ്യം. നമുക്കിത് എങ്ങനെയാണെന്ന് അഴിക്കുന്നതെന്ന് നോക്കാം. ആദ്യം എടുത്ത് മാറ്റി വെച്ചു. ഇനി ചെറിയ സ്ക്രൂ ആണ്, അപ്പോൾ ഈ സ്ക്രൂ അഴിക്കാനാണ് എത്തിയത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രൂ ആണ്, അതുകൊണ്ടാണ് വെള്ളത്തുണിയിൽ ചെയ്യണമെന്ന് പറഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. രണ്ട് സ്ക്രൂസേ ഉള്ളെന്ന് കരുതുന്നു, വേറെ സ്ക്രൂ ഒന്നുമില്ല. ഓക്കെ, ഓക്കെ, ഇതിൻ്റെ സ്ക്രീന് ഓൾറെഡി ലോക്ക്ഡ് ആയിരുന്നു. എനിക്ക് ഇത് സ്ക്രീനകത്തുള്ള കോൺടാക്ട്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. സോ ഞാൻ ആദ്യം അത് മൊബൈൽ ഓഫ് ചെയ്യുകയാണ്. ഞാൻ ഇതിൻ്റെ ഇവിടെ നിന്നുള്ള കണക്ഷൻ ഓൾറെഡി മാറ്റി. ഇതിൻ്റെ ഇതാണ് സ്ക്രീൻ കണക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ അതും ഞാൻ മാറ്റി ഈ പുതിയ സ്ക്രീൻ ഞാൻ കണക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സ്ക്രീൻ കണക്റ്റ് ചെയ്തു. ഇതിനെ ഓൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, സ്ക്രീൻ അൺലോക്ക് ചെയ്തു.
എൻ്റെ സ്ക്രീൻ മൊബൈൽ മൊത്തം ഓഫ് ചെയ്തു. സോ ഇനിയാണ് ഇതിൻ്റെ സ്ക്രീന് ഞാൻ മാറ്റാൻ പോകുന്നത്. കാരണം ഇത്രയും പവർ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് സ്ക്രീൻ ഓഫ് ചെയ്തത്. ഓക്കെ, നമുക്കിത് മാറ്റി വെക്കാം. ഇത് എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം. ഇത് വളരെ മൈന്യൂട്ടായിട്ട് ഗ്ലാസ് പാർട്ടിക്കിൾസ് ആണ്. സോ ഇത് പൊട്ടിക്കുമ്പോൾ നല്ലതായിട്ട് നോക്കി വേണം, ഇല്ലെങ്കിൽ കയ്യാൽ കുത്തിക്കയറാൻ ചാൻസസ് ഉണ്ട്. ഇതിനകത്ത് നല്ലപോലെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഓൾ റൈറ്റ്, സി അതായത് ഗ്ലാസ് പാർട്ടിക്കിൾസ് കയ്യെ കുത്തി കയറും. ഇത് ഈ ഭാഗം ക്യാമറയുടെ ഭാഗവും ഈ ഇയർ നമ്മുടെ സൗണ്ട് കേൾക്കുന്ന ഭാഗവും നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഭാഗവും സ്പീക്കർ ഇരിക്കുന്നതാണ്. അത് സൂക്ഷിച്ച് വേണം, കാരണം ഇതിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഇളകിപ്പോയി. തിരിച്ച് ഞാൻ രണ്ടാമത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കറുത്ത ഭാഗം മൊത്തം ഇത് ഇളക്കി മാറ്റണം. ഇത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്താൽ പൊക്കോളും. ഇപ്പോൾ ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തു. നല്ല ബ്ലാക്ക് ആ ഏരിയ ഉണ്ടായിരുന്ന മൊത്തം ക്ലീൻ ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ സ്ക്രീൻ ഫിക്സ് ചെയ്യാൻ പോവാണ്. ഇത് ഈ ഭാഗം ശ്രദ്ധിക്കേണ്ടത്, ഈ ഭാഗം ഇത് ഒടിഞ്ഞു പോകരുത്. ഇത് ഈ കിഴുത്ത കാണുന്നതിലൂടെ ഇട്ടിട്ട് ചെറുതായിട്ട് ചരിച്ചു കൊടുത്താൽ മതി. അത് അതിനത് കയറിക്കോളും. ഇട്ടതിന് ശേഷമാണ് ഇത് ഒട്ടിച്ച് വെക്കേണ്ടത്. ഒട്ടിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് സൈഡിൽ കൂടെ പശ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സൈഡിൽ കൂടെ അന്നേരം കറക്റ്റായിട്ട് ഒട്ടിയിരുന്നോളും. ഇത് ഫിക്സ് ചെയ്തു. മോണിറ്ററുമായിട്ടുള്ള കണക്ഷൻ ഫിക്സ് ചെയ്തു. ഇനി ഈ സ്ക്രൂസ് എല്ലാം നമുക്ക് തിരിച്ചിടണം. സ്ക്രൂ എല്ലാം ഫിക്സ് ചെയ്തു. സ്ക്രീനെല്ലാം ഓക്കെ. നമുക്കിനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. അതിനു മുമ്പ് അതിൻ്റെ ബാക്ക് കവർ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഇത് OPPO R9s ആണ് ഈ മൊബൈല്. സോ ഇതിന് ലാസ്റ്റ് സ്ക്രൂസും കൂടെ ഫിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്ക്രീനെല്ലാം ഇട്ടു. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇനി മൊബൈൽ യൂസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.